വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ശ്രീലേഖയ്ക്കും എം.ആർ. ഗോപകുമാറിനും മലയാള സാഹിത്യ സമിതി പ്രഥമ സാംസ്കാരിക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രഥമ നോവലിലൂടെ തന്നെ എഴുത്തിൻ്റെ വഴി ശ്രദ്ധേയമാക്കിയ മുൻ DGP ശ്രീലേഖയ്ക്കും അഭിനയത്തിൻ്റെ രസതന്ത്രത്തിന് എം.ആർ. ഗോപകുമാറിനും മലയാള സാഹിത്യ സമിതി ആദ്യമായി ഏർപ്പെടുത്തിയ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ശ്രവ്യ മാധ്യമ സൃഷ്ടിക്കുള്ള പുരസ്കാരം ആകാശവാണി തിരുവനന്തപുരം സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറും ഭാഷാ വിദഗ്ധനുമായ ശ്രീകുമാർ മുഖത്തലയ്ക്ക് സമ്മാനിച്ചു. ബലിപഥം എന്ന നോവലാണ് ശ്രീലേഖ IPSന് അവാർഡിന് അർഹയാക്കിയത്. കാൽ നൂറ്റാണ്ടിലേറെ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ നിറസാന്നിധ്യമായ കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീമതി ഗീത രാജേന്ദ്രൻ കലാനിധി പുരസ്കാരം ഏറ്റുവാങ്ങി. കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ACV ബ്യൂറോ ചീഫ് ശ്രീമതി ഹണി, സാമൂഹിക പ്രതിബദ്ധതയുള്ള റിപ്പോർട്ടിംഗ് ശ്രീ സുജിലാൽ കേരള കൗമുദി, പത്രപ്രവർത്തകരായ മഞ്ജുള ദേവി, ദീപിക, ജയലക്ഷ്മി മാതൃഭൂമി, ഡോക്ടർ ശ്രദ്ധ പാർവതി സംഗീത സംവിധായിക, ഗായിക കലാനിധി പ്രതിഭ, ക്യാമറാമാൻ ശ്രീ പ്രവീൺ ഏണിക്കര എന്നിവർക്കും സാഹിത്യ സമിതി പ്രഥമ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മലയാള സാഹിത്യ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മൈലച്ചൽ വിജയൻ, സെക്രട്ടറി ശ്രീ പ്രദീപ് തൃപ്പരപ്പ്, VJ വൈശാഖ് എന്നിവർ ഉൾപ്പെടെ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്ത സമ്മേളനം തിരുവനന്തപുരം ചിത്തരഞ്ജൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. മലയാള സാഹിത്യ സമിതി വാർഷിക ആഘോഷവും പുരസ്കാര സമർപ്പണവും മുൻ DGPയും സാഹിത്യ രചയിതാവുമായ ശ്രീലേഖ IPS ഭദ്രദീപം തെളിയിച്ചു. മൈലച്ചൽ വിജയൻ മലയാള സാഹിത്യ സമിതി പ്രസിഡന്റ്, മുഖത്തല ശ്രീകുമാർ അസിസ്റ്റന്റ് പ്രോഗ്രാം ഡയറക്ടർ ആകാശവാണി, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ കവി, സാഹിത്യകാരൻ, ഗാനരചയിതാവ്, നാടകകൃത്ത് ഗീത രാജേന്ദ്രൻ കലാനിധി ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി, കലാനിധി ട്രസ്റ്റ്, M.R. ഗോപകുമാർ, നടൻ വൈശാഖ്, VJ ജോയിന്റ് സെക്രട്ടറി മലയാള സാഹിത്യ സമിതി പ്രദീപ് തൃപ്പരപ്പ്, സെക്രട്ടറി മലയാള സാഹിത്യ സമിതി എന്നിവർ പരിപാടിയിൽ ഉടനീളം പങ്കെടുക്കുകയുണ്ടായി. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഷാഹി ഇഫക്റ്റ് നിങ്ങളോടൊപ്പം എപ്പോഴും എന്നും. Thank you for watching.